ഇന്ന് എൻ്റെ അമ്മ ബ്ലൂബെറി ഐസ്ക്രീം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ജോലിക്ക് കഴിക്കണമെന്ന് തോന്നണം. വേണോ? നല്ല ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. ബ്ലൂബെറി ഐസ്ക്രീമിന് വേണ്ടി ഞാൻ 2 പാക്കറ്റ്, അതായത് 250 ഗ്രാം ബ്ലൂബെറി എടുത്തിട്ടുണ്ട്. അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിൽ നന്നായി കഴുകി വെള്ളം തോർത്തി എടുത്തിട്ടുണ്ട്. വെള്ളമെല്ലാം നന്നായി തോർത്തിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ബ്ലൂബെറി മാറ്റി അതിൽ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് വേവിച്ചെടുക്കണം. ഞാനിവിടെ 2 പാക്കറ്റിന് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താണ് ബ്ലൂബെറി വേവിക്കുന്നത്. മധുരം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. പഞ്ചസാര ചേർത്ത് വേവിക്കുമ്പോൾ ബ്ലൂബെറിക്കൊരു മധുരം കിട്ടും. പുളിപ്പ് കൂടുതലാണെങ്കിൽ കുറച്ച് മധുരം അധികം ചേർക്കാം. ഞങ്ങൾക്കിവിടെ മധുരം കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ 2.5 ടേബിൾ സ്പൂൺ ഇട്ടത്. അവരവരുടെ മധുരത്തിനനുസരിച്ച് ഇതിൽ മാറ്റം വരുത്താം. പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം ബ്ലൂബെറി ചെറിയ തീയിൽ നന്നായി വേവിച്ചെടുക്കാം. പഞ്ചസാരയും ബ്ലൂബെറിയും ചേർന്ന് അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി നന്നായി വെന്ത് കിട്ടും. തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം അടച്ചു വെച്ച് കുറച്ച് സമയം വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നന്നായി തിള വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൽ നിന്നും ജ്യൂസെല്ലാം നന്നായി ഇറങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി നമുക്ക് അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത്രയും ബ്ലൂബെറി കളറോ! യമ്മി. ഇപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്, നല്ല കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്ക് തീ ഓഫ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി തിക്നെസ് കൂടും. ഞാനിത് ഐസ്ക്രീമിൽ ഫുള്ളായി ചേർക്കാറുണ്ട്. ഇതിൻ്റെ ജ്യൂസ് മാത്രം വേണമെന്നുള്ളവർക്ക് അരിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം തന്നെ 2 തരത്തിലുണ്ട്. വെജിറ്റബിൾ വിപ്പിംഗ് ക്രീമുമുണ്ട്, മിൽക്കിൻ്റെ വിപ്പിംഗ് ക്രീമുമുണ്ട്. വെജിറ്റബിൾ വിപ്പിംഗ് ക്രീം കേക്ക് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. ഐസ്ക്രീമിന് മിൽക്കിൻ്റെ ക്രീമാണ് ടേസ്റ്റ്. ഞാനിന്നിവിടെ 250 ml 2 പാക്കറ്റ്, അതായത് 500 ml മിൽക്കിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. വിപ്പിംഗ് ക്രീം കുറച്ചു നേരം ബീറ്റ് ചെയ്യുമ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. എങ്കിലും ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് ഫ്രീസറിൽ വെച്ച് ഐസാക്കും. അതിലൊരു ബൗൾ വെച്ചിട്ടാണ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാറുള്ളത്. അതുമല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ആയാലും മതിയാകും. ഐസ് ക്യൂബ്സ് ആണെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ ബൗൾ വെച്ചിട്ട് ക്രീം ബീറ്റ് ചെയ്തെടുക്കും. പക്ഷേ ക്രീം ഒഴിക്കുന്ന പാത്രം ഡ്രൈ ആയിരിക്കണം. അതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. എങ്കിൽ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ ഐസ്ക്രീമിൽ ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്ററിൽ ഇങ്ങനെ സ്പീഡ് ലെവൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമേ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യരുത്. കുറച്ച് സ്പീഡ് കൂട്ടി അവസാനം ഹൈ സ്പീഡിലാക്കണം. ആദ്യത്തെ 3 മിനിറ്റ് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാം. ഇനി കുറച്ച് സമയം മീഡിയം സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ ക്രീം തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്പീഡ് കൂട്ടി ബീറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 12 മിനിറ്റോളം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഈ ഒരു തിക്നെസ്സാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ബ്ലൂബെറി ഐസ്ക്രീം ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർക്കുന്നത്. ഇനി നമുക്കിത് വാനില ഐസ്ക്രീം ആക്കി എടുക്കണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് ഇത് വാനില ഐസ്ക്രീമായി. വാനില എസൻസ് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം.
കണ്ടൻസ്ഡ് മിൽക്കാണ് മധുരത്തിന് ചേർക്കുന്നത്. അത് അവരവരുടെ മധുരത്തിനനുസരിച്ച് അതിൽ മാറ്റം വരുത്താം. ഇനി ഈ ക്രീം നമ്മൾ ബീറ്റ് ചെയ്യില്ല. അതുകൊണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചതിന് ശേഷം നല്ല ശക്തിയിൽ മിക്സ് ചെയ്യാൻ പാടില്ല. പതുക്കെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാകും. മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർക്കാം. ഇങ്ങനെ ഫോഴ്സ് കൊടുക്കാതെ ഫോൾഡ് ചെയ്ത് എല്ലായിടത്തും മധുരം കറക്റ്റായി മിക്സാക്കി എടുക്കുക. ഈ സ്റ്റേജിൽ മധുരം നന്നായി തോന്നിയാലും ഐസ്ക്രീം തണുത്ത് കഴിയുമ്പോൾ മധുരം കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് മധുരം മുന്നോട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ 1/4 ഭാഗം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് തണുക്കാൻ വച്ചിരുന്ന ബ്ലൂബെറി പേസ്റ്റ് ചേർക്കാം. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ക്രീമിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. അങ്ങനെ ക്രീമും ബ്ലൂബെറി പേസ്റ്റും നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ഐസ്ക്രീമിൽ എക്സ്ട്രാ കളർ ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ക്രീമൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഐസ്ക്രീം സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാനൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മിക്സ് എല്ലാം അതിൽ ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ എയർ ബബിൾസ് പോകുന്നതിന് വേണ്ടി ചെറുതായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പാത്രം നന്നായി ക്ലോസ് ചെയ്തതിന് ശേഷം മിനിമം 8 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വച്ച് ഐസ്ക്രീം സെറ്റ് ചെയ്തെടുക്കണം. 500 ml ക്രീമിൽ നിന്ന് എനിക്ക് ഇത്ര കൂടി എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അത് വേറൊരു കണ്ടെയ്നറിലാക്കി അതും നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം. അങ്ങനെ 8 മണിക്കൂറിന് ശേഷം നമ്മുടെ ടേസ്റ്റുള്ള ബ്ലൂബെറി ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫ്രീസറിൽ നിന്നെടുത്ത ഐസ്ക്രീം ഒരു 10 മിനിറ്റ് റൂം ടെമ്പറേച്ചറിൽ വച്ചതിന് ശേഷം സ്കൂപ്പ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഫ്രീസറിൽ നിന്നെടുത്ത ഐസ്ക്രീം ഉടനെ സെർവ് ചെയ്യണമെങ്കിൽ സ്കൂപ്പ് ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ബ്ലൂബെറി കിട്ടിയില്ലെങ്കിൽ ജ്യൂസ് അടിക്കാൻ ഉപയോഗിക്കുന്ന ജ്യൂസ് മുന്തിരി ഉപയോഗിച്ചും ഈ ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാം. പക്ഷേ ജ്യൂസ് മുന്തിരിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ പൾപ്പ് മാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം മുന്തിരിയുടെ തോലിന് കട്ടി കൂടുതലായതുകൊണ്ട് അത് വേവിച്ച് അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഐസ്ക്രീം എടുക്കാൻ ഈ സ്കൂപ്പർ തന്നെ വേണമെന്നില്ല. നമ്മുടെ സാധാരണ കറി എടുക്കുന്ന സ്പൂൺ ഉപയോഗിച്ചും നന്നായി ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ട്. ജോലിക്ക് കൊതി വരണമെന്നാ തോന്നണത്. വേണോ? ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ബ്ലൂബെറിയും സ്ട്രോബെറിയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ അമ്മയുടെ ഫ്രണ്ട് ഷാനിൻ്റെ പറഞ്ഞു ബ്ലൂബെറി ഐസ്ക്രീം ട്രൈ ചെയ്യാൻ. അപ്പം എൻ്റെ അമ്മ ബ്ലൂബെറി ഐസ്ക്രീം ട്രൈ ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് സൂപ്പർ. അപ്പം
വീണ്ടും എൻ്റെ അമ്മ ബ്ലൂബെറി ഐസ്ക്രീം ട്രൈ ചെയ്തു. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ഐസ്ക്രീം ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ വഴിക്ക് കൂടാറില്ല. അപ്പോൾ എൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഐസ്ക്രീം ഉണ്ടാക്കി തരും. കണ്ടോ, സൂപ്പറായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു.